ഹലോ ഓൾ, പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും മേജർ ടോപ്പിക്കായ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു മേജർ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള 5 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ച് തീർന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു മേജർ ടോപ്പിക്ക് നമ്മളവിടെ പഠിച്ച് തീർത്തിരിക്കുന്നു. നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്ത സിലബസിലുള്ള ടോപ്പിക്സിലേക്ക് കടക്കുകയാണ്. അതിൽ ആദ്യത്തേത് റിവേഴ്സാണ്. ഇന്ത്യയിലെ നദീവ്യൂഹങ്ങളെ പറ്റിയാണ്, ഇന്ത്യയിലെ നദികളെ പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്സിലേക്കാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മുടെ നദികൾ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ നദീവ്യൂഹങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് നദികൾ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഓവറായിട്ടുള്ള കണ്ടൻസിന് പകരം നമുക്കറിയാം SCRT NCERT ടെക്സ്റ്റ് ബുക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന NCERT SCRT ചാപ്റ്റേഴ്സിൽ നദികളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 11ാം ക്ലാസ്സിലെ +1 പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫി ചാപ്റ്ററായ നീരൊഴുക്ക് വ്യൂഹം ഡ്രെയിനേജ് സിസ്റ്റം എന്നുള്ളൊരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ നദികൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് കൂടാണ്ട് തന്നെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററിലും, അതായത് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹിമാലയൻ റിവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ 3ാമത്തെ ചാപ്റ്ററായ ഉപദ്വീപീയ പീഠഭൂമി, ചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന SCRT ചാപ്റ്ററിലും ഉപദ്വീപീയ നദികളെ പറ്റിയും പരാമർശിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി SCRT NCERT ചാപ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. നമുക്കറിയാം നദികളെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് നദികളുള്ള നാടാണ് ഇന്ത്യ. എല്ലാ നദികളെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞു നമ്മൾ NCERT SCRT എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ റിവേഴ്സ് ആണ്, നദികളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന 2 നീരൊഴുക്ക് വ്യൂഹങ്ങളാണ്. അതിലൊന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും രണ്ടാമത്തേത് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവും. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാലയൻ റേഞ്ചേഴ്സിൽ, ഹിമാലയൻ മലനിരകളിൽ ഉത്ഭവിച്ച് ഒഴുകുന്ന നദികൾ ചേർന്നതാണ് നമ്മുടെ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളിൽ ഉത്ഭവിച്ചൊഴുകുന്ന നദികളെല്ലാം കൂടെ ചേരുന്നതാണ് ഉപദ്വീപീയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹങ്ങളാണ് നമ്മൾ ഇന്ത്യൻ നദീവ്യവസ്ഥയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നദികളെ പറ്റി പറയുമ്പോൾ നദികളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 ടേംസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫി 3ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ്, അതാണ് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം, കാച്ച്മെൻറ്റ് ഏരിയ, ഡ്രെയിനേജ് ബേസിൻ, അതേപോലെ തന്നെ വാട്ടർ ഡിവൈഡ്. അപ്പോൾ ഈ ഒരു 3 ടേംസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വൃഷ്ടിപ്രദേശം, വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ഏരിയ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ്? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. എന്താണ്? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന ഒരു നിശ്ചിത ഭൂപ്രദേശത്തെയാണ് നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന 3 ഭൂപ്രദേശങ്ങളുടെയും പിക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇത് വായിക്കാം. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെ നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ നീർത്തടം, ഡ്രെയിനേജ് ബേസിൻ എന്താണ് എന്നാണ് നെക്സ്റ്റ് ഉള്ളത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മേജർ റിവർ മാത്രമല്ല, ആ മേജർ റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജലവിഭാജകമാണ്, വാട്ടർ ഡിവൈഡ്. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം രണ്ടൊരു വേർതിരിക്കുന്ന എന്തോ ഒരു സംഭവമാണ് എന്ന് നമുക്ക് ഈ പേരിൽ തന്നെ കിട്ടും. ഓക്കെ, എന്താണത്? 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. നീർത്തടങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു.
ഒരു നദിയും അവയുടെ പോഷക നദികളും ചേരുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ നീർത്തടങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഡ്രെയിനേജ് ബേസിൻസിനെ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് നമ്മൾ ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാച്ച്മെന്റ് ഏരിയ എന്താണ്, വൃഷ്ടിപ്രദേശം എന്താണ്, ഡ്രെയിനേജ് ബേസിൻ നീർത്തടം എന്താണ്, ജലവിഭാജകം വാട്ടർ ഡിവൈഡ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാച്ച്മെന്റ് ഏരിയ, ഡ്രെയിനേജ് ബേസിൻ, വാട്ടർ ഡിവൈഡ് അതായത് വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം, ഈ പറഞ്ഞ 3 ഭൂപ്രദേശങ്ങളുടെയും ഭൂരൂപങ്ങളുടെയും ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വൃഷ്ടിപ്രദേശത്തിൻ്റെ ചിത്രമാണ്, അതായത് നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നദി. ഇവിടുന്നെല്ലാം വെള്ളം ഒഴുകി പ്രധാനപ്പെട്ട സ്ട്രീമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം എന്താണെന്നാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. നമുക്കറിയാം, ഒരു പ്രധാന നദിയും അതിൻ്റെ പോഷക നദികളും ചേരുന്ന ഭൂപ്രദേശമാണ് നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ. നമുക്കറിയാം, ഇതാണ് നമ്മുടെ മേജർ റിവർ. ഇതിൻ്റെ ഇവിടെ ഈ പല വശങ്ങളിൽ നിന്നും വന്നു ചേരുന്ന ട്രിബ്യൂട്ടറീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ മേജർ റിവറും ഇതിൻ്റെ ട്രിബ്യൂട്ടറീസും ചേർന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ടർ ഡിവൈഡ് ജലവിഭാജകം എന്താണ് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത്. നമുക്കറിയാം, ഈ കാണുന്നത് ഒരു നീർത്തടമാണ്, ഒരു ഡ്രെയിനേജ് ബേസിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നീലയും മറ്റൊരു ഡ്രെയിനേജ് ബേസിനാണ്. ഓക്കെ, മറ്റൊരു സ്ട്രീമിൻ്റെ ഡ്രെയിനേജ് ബേസിനാണ്, നീർത്തടമാണ്. അപ്പോൾ ഈ 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാച്ച്മെന്റ് ഏരിയ, ഡ്രെയിനേജ് ബേസിൻ, വാട്ടർ ഡിവൈഡ് അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം. ഓക്കെ, അപ്പോൾ നദിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹത്തെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും 2 ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവും. നേരത്തെ പറഞ്ഞു, നമ്മൾ ഹിമാലയ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഉപദ്വീപീയ ഇന്ത്യയിൽ തന്നെ ഒഴുകുന്ന നദികളെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിച്ചപ്പോഴൊക്കെ പഠിച്ചു. എന്താണ്? ഹിമാലയൻ നദികളെ പറ്റി പഠിച്ചു. പ്രധാനമായിട്ടും ഗംഗ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 പ്രധാന നദികൾ ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയിൽ ഹിമാലയൻ മേഖലയിൽ ഉത്ഭവിച്ച് ആ പ്രദേശത്തൂടെ ഒഴുകുന്നു എന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏവ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും അവയുടെ ട്രിബ്യൂട്ടറീസും ചേർന്ന് രൂപപ്പെടുത്തുന്നവയാണ് നമ്മുടെ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പോയിന്റാണ്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു നദികളാണ് ഇതിൽ മുഖ്യമായും ഉൾപ്പെടുന്നത്. അതായത് നമുക്കറിയാം, ഹിമാലയ മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഈ 3 പ്രധാനമായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വലിയ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട വലിയ നദികളും അവയുടെ പോഷക നദികളും ഉൾപ്പെട്ടതാണ് നമ്മുടെ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാത്ത നദികളാണ്, അല്ലെങ്കിൽ പെരിനിയൽ റിവേഴ്സിന് എക്സാമ്പിളാണ് നമ്മുടെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവ വറ്റാത്ത നദിയായി തുടരുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പറഞ്ഞ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റിപ്പോകുന്നില്ല. അപ്പോൾ മഴക്കാലത്ത് മഴയിൽ നിന്നും ഈ പറയുന്ന ഹിമാലയ നദികൾക്ക് വെള്ളം ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് വേനൽക്കാലത്ത് മഞ്ഞുരുകിയും ഈ പറയുന്ന ഹിമാലയൻ നദികൾ വെള്ളം എത്തുന്നുണ്ട്. അതുകൊണ്ട് വർഷം മുഴുവൻ വറ്റാത്ത നദികളായാണ് ഹിമാലയൻ നദികൾ ഒഴുകുന്നത്. അവയെ പെരിനിയൽ റിവേഴ്സ് എന്നും പറയുന്നു. ഓക്കെ, പക്ഷേ ഉപദ്വീപീയ നദികൾ അങ്ങനെയല്ല.
അവയ്ക്ക് സീസണലായിട്ട് മാത്രമേ, മഴയുള്ള സമയത്ത് മാത്രമേ അതിൽ നീരൊഴുക്ക് കൂടുതലായിട്ടും ഉണ്ടാവുകയുള്ളൂ. ചില ഉപദ്വീപീയ നദികൾ വറ്റിപ്പോകുന്നതുമായിട്ടുള്ള ഉപദ്വീപീയ നദികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പക്ഷേ ഹിമാലയ നദികൾ അങ്ങനെയല്ല. വർഷം മുഴുവനും നമുക്ക് ഈ പറയുന്ന നദികളിൽ നീരൊഴുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുള്ള കാരണമാണ് മഴയിൽ നിന്നും മഞ്ഞുരുകിയും ഹിമാലയൻ നദികൾക്ക് വെള്ളം അല്ലെങ്കിൽ നീരൊഴുക്ക് സാധ്യമാക്കുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ആഴമേറിയ ഗിരികന്ധരങ്ങളെ കൂടാതെ പർവ്വതഭാഗത്തിവ വീരൂപ താഴ്വര, ചെറുവെള്ളച്ചാട്ടം അല്ലെങ്കിൽ റാപ്പിഡ്സ് എന്നറിയപ്പെടുന്ന ചെറുവെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളും സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിലെ നദികൾ, അതായത് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഈ നദികളെല്ലാം പർവ്വത ചെരുവുകളിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ പർവ്വത ചെരുവുകളിലൂടെ ഒഴുകുമ്പോൾ തന്നെ ഇവ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളുണ്ട്. അതായത് പർവ്വത ചെരുവുകളിലേക്ക് ഒഴുകുന്നത് ആ നദികളുടെ ഒരു യൂത്ത് സ്റ്റേജ്, അതായത് നദി ഉത്ഭവിച്ച് പെട്ടെന്ന് തന്നെ ആദ്യം ഒഴുകി വരുന്നത് ഈ പറയുന്ന പർവ്വത ഭാഗങ്ങളിലൂടെയാണ്. അപ്പോൾ നദിയുടെ ആ ഒരു യൂത്ത് സ്റ്റേജിലൂടെയാണ് ഈ പറയുന്ന പർവ്വത ഭാഗങ്ങളിലൂടെ ഒഴുകി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നദികൾ ഉണ്ടാക്കുന്ന അപരതന ഭൂരൂപങ്ങൾ, പ്രധാനമായിട്ടും ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് ആ ഒരു പർവ്വത ചെരുവുകളിൽ ഈ പറയുന്ന ഹിമാലയൻ നദികൾ സൃഷ്ടിക്കുന്നത്. അവ പിന്നെ ഒഴുകി സമതലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നദിയുടെ പതനസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പർവ്വത ചെരുവുകളിലൂടെ ഒഴുകുമ്പോൾ ഈ പറയുന്ന ഹിമാലയൻ നദികൾ പ്രധാനമായിട്ട് സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അതായത് പ്രധാനപ്പെട്ട അപരതന ഭൂരൂപങ്ങൾ, ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഏതൊക്കെയാണവ? ആഴമേറിയ ഗിരികന്ധരങ്ങൾ, അതായത് ഗോർജസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം ആഴമേറിയ ഗിരികന്ധരങ്ങൾ കൂടാതെ വീരൂപ താഴ്വര, റാപ്പിഡ്സ് എന്നറിയപ്പെടുന്ന ചെറുവെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം തുടങ്ങിയ അപരതന ഭൂരൂപങ്ങളും ഈ പറയുന്ന ഹിമാലയ നദികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നദി ഉത്ഭവിച്ച് പർവ്വത ചെരുവുകളിലൂടെ ഒഴുകുമ്പോൾ ഈ പറയുന്ന അപരതന ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മൾ മുന്നേ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവ സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ, അതായത് ഇതിൻ്റെ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളും ഈ നദികൾ ഉണ്ടാക്കാറുണ്ട്. അതായത് സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ അല്ലെങ്കിൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസുകളായ വിസ്തൃതമായ താഴ്വരകൾ, ഓക്സ്ബോ തടാകങ്ങൾ, പ്രളയ സമതലങ്ങൾ, ബ്രെയ്ഡഡ് ചാലുകൾ എന്നിവയും അല്ലെങ്കിൽ നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പോൾ പർവ്വത ചെരുവുകളിൽ നമ്മൾ അപരതന ഭൂരൂപങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടൊഴുകുന്ന നദികൾ സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ നിക്ഷേപണ ഭൂരൂപങ്ങളായ വിസ്തൃതമായ താഴ്വര, ഓക്സ്ബോ തടാകം, പ്രളയ സമതലങ്ങൾ, ബ്രെയ്ഡഡ് ചാലുകൾ, അത് കൂടാണ്ട് അവിടെ നദീമുഖങ്ങളിൽ, അതായത് പതനസ്ഥാനങ്ങളിൽ, അതായത് ഈ പറയുന്ന പ്രധാനമായിട്ടും സമുദ്രങ്ങളിലേക്ക് ഇത് പതിക്കുന്നതിന് മുമ്പുള്ള നദീമുഖങ്ങളിൽ ഡെൽറ്റാസും രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഡെൽറ്റാസും നിർമ്മിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ശക്തമായി ഒഴുകുന്ന ഇവ സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും തുടർച്ചയായി ഗതിമാറി ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഹിമാലയൻ പർവ്വത പ്രദേശത്താണ് ഇവ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു യുവത്വ കാലഘട്ടം ഫുള്ള് ഈ പറഞ്ഞ പർവ്വത പ്രദേശങ്ങളിലൂടെ, കുന്നിൻ ചെരുവുകളിലൂടെയൊക്കെയാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ അത് വളരെ വേഗതയിലാണ് ഈ പർവ്വത പ്രദേശങ്ങളിലൂടെ ഒഴുകി വരുന്നത്. പക്ഷേ ഇത് പിന്നീട് ഇതിൻ്റെ മെച്ചർ സ്റ്റേജിലേക്ക് കടന്ന് ഈ പറയുന്ന സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന നദികൾ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും തുടർച്ചയായി ഗതിമാറി ഒഴുകുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ വേഗത കുറയുന്നു. സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? നിരപ്പായ സമതലങ്ങളാണ്. ഈ പറയുന്ന പർവ്വത ചെരുവുകൾ പോലെ കുന്നിൻ ചെരുവുകളൊന്നും ഈ പറയുന്ന സമതലങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ നിരപ്പായ സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവയുടെ ഈ നദികളുടെ വേഗത കുറയുകയും ഇവ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ഗതിമാറി ഒഴുകുകയൊക്കെ ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹിമാലയൻ നദികളെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ പറയുന്ന ഏറ്റവും വടക്ക് പടിഞ്ഞാറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ സിന്ധു നദി. ടിബറ്റിൽ ഉത്ഭവിച്ച് ഈ പറയുന്ന ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതാണ് സിന്ധു നദി എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സിന്ധു നദിയും അവയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള ആ ഒരു നദീവ്യൂഹമാണ് നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറൻ റീജിയനിൽ, നമുക്ക് ഈ പറയുന്ന മാർക്ക് ചെയ്യപ്പെട്ട റീജിയനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗംഗയും അവയുടെ അല്ലെങ്കിൽ ഗംഗാ നദീവ്യൂഹമാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പറയുന്ന ഗംഗാ നദിയാണ് നമുക്കിവിടെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പറയുന്ന ബംഗ്ലാദേശിലൂടെ എത്തി ബംഗാൾ ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നത്. അപ്പോൾ
ഈ പറയുന്ന ഗംഗാ നദിയും അവയുടെ പോഷക നദികളും ചേർന്നുള്ള ആ ഒരു നദീവ്യൂഹം ഈ പറയുന്ന മധ്യ ഹിമാലയ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മധ്യ ഹിമാലയത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്ന നദീവ്യൂഹമാണ് ഗംഗയും അവയുടെ പോഷക നദികളും. ഈ പറയുന്ന മഞ്ഞ ഷെയ്ഡിൽ ഇത്രയും ഭാഗത്തായിട്ടാണ് നമുക്ക് ഗംഗയും അവയുടെ പോഷക നദികളും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും കിഴക്ക് ഭാഗത്ത്, ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് നമുക്ക് ബ്രഹ്മപുത്രയും അവയുടെ പോഷക നദികളും കൂടെയുള്ള ബ്രഹ്മപുത്ര നദീവ്യൂഹവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയുള്ളത്. ആദ്യത്തെ ബോക്സ് നിങ്ങൾക്ക് സിന്ധു നദിയാണ് കാണാൻ വേണ്ടി സാധിക്കുക, രണ്ടാമത്തത് ഗംഗാ നദി കാണാൻ വേണ്ടി സാധിക്കും, മൂന്നാമത്തത് ബ്രഹ്മപുത്ര നദി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, സിന്ധു നദിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം പഠിക്കുന്നത് സിന്ധു ആണ്. നോക്കാം, മാനസ സരോവര തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ മാപ്പിൽ കണ്ടു, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ സിന്ധുവും അവയുടെ പോഷക നദികളും അടങ്ങുന്ന സിന്ധു നദിയുടെ നദീവ്യൂഹം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന. എവിടെയാണ് സിന്ധു ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിലാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിലാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിന്ധു നദിയും അവയുടെ പോഷക നദികളും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹത്തിന് ഉദാഹരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ഗംഗാ നദിയാണ്. നമുക്കറിയാം ഉത്തരാഖണ്ഡിലെ ഗോമുഖിലാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. നമുക്ക് നോക്കാം, ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് ഈ പറഞ്ഞ ഗംഗയുടെ ഉത്ഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അതായത് മധ്യ ഹിമാലയം, പ്രധാനമായിട്ടും മധ്യ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹമാണ് ഈ പറയുന്ന ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയും അവയുടെ പോഷക നദികളും. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഈ പറയുന്ന ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, അപ്പോൾ മധ്യ ഹിമാലയത്തിലാണ്, ഉത്തരാഖണ്ഡ് ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആ റീജിയൻസിലാണ് ഈ പറയുന്ന ഗംഗാ നദീവ്യൂഹത്തിലെ ഗംഗയും അവയുടെ പോഷക നദികളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രഹ്മപുത്ര നദീവ്യൂഹമാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദീവ്യൂഹമാണ് നമുക്ക് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ടിബറ്റിലെ തന്നെ മാനസരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹം. സിന്ധുവിനെ പോലെ തന്നെ ടിബറ്റിലെ മാനസരോവര തടാകത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അത് കൂടാണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവ നദികളും ബ്രഹ്മപുത്രയും ഉൾപ്പെട്ടതാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സിന്ധു നോക്കി, ഗംഗ നോക്കി, ബ്രഹ്മപുത്ര നോക്കി. സിന്ധു ടിബറ്റിലെ മാനസരോവര തടാകത്തിലെ ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹമാണ്. അതേപോലെ തന്നെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഈ പറയുന്ന ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട നദീവ്യൂഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടിബറ്റിലെ മാനസരോവര തടാകത്തിനടുത്തുള്ള ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അതുകൂടാണ്ട് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദീവ്യൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സിന്ധു നദിയെ പറ്റിയാണ് പഠിക്കുന്നത്. സിന്ധു നദീവ്യൂഹത്തെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദൈർഘ്യം 2880 കിലോമീറ്റർ. ആകെ 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിൽ കൂടെ 1114 കിലോമീറ്റർ ആണ് സിന്ധു നദി ഒഴുകുന്നത്. നമ്മളിത് +1 ജോഗ്രഫി ചാപ്റ്ററിലെ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആകെ 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ആകെ നീളം. അതേപോലെ തന്നെ ഇന്ത്യയിൽ 1114 കിലോമീറ്റർ
സിന്ധു നദി ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമുക്ക് ഗംഗ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഹിമാലയൻ നദികൾ വെച്ച് നോക്കുമ്പോൾ, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദിയാണ് നമുക്ക് സിന്ധു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ 2880 കിലോമീറ്ററാണ് സിന്ധു ഒഴുകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇത് 1114 കിലോമീറ്ററും ഒഴുകുന്നു. ഓക്കെ, സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന ഹിമാലയൻ നദിയാണ്. ഏറ്റവും പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന, ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. ഓക്കെ, ഉത്ഭവസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചു. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ മാനസരോവറിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്നും 4164 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാർച്ചു ഹിമാനി എന്ന് നമ്മൾ പഠിച്ചു. എവിടെ നിന്നാണ്? ബൊക്കാർച്ചു ഹിമാനിയിലാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4164 മീറ്റർ ഉയരത്തിലാണ് ഈ പറയുന്ന ഹിമാനി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ടിബറ്റിലെ മാനസരോവര തടാകത്തിനടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹിമാനിയാണ് ബൊക്കാർച്ചു ഹിമാനി. ഇവിടെ നിന്നാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിച്ചൊഴുകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ്, സിന്ധു നദി ടിബറ്റിൽ സിംഹത്തിന്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ടിബറ്റിലെ മാനസരോവറിൽ തടാകത്തിനടുത്ത് നിന്നാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിച്ചൊഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിന്ധു എന്നാണ്, അല്ലെങ്കിൽ ഇൻഡസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ടിബറ്റിൽ ഈ പറയുന്ന സിന്ധു നദി സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം സിംഹത്തിൻ്റെ മുഖം എന്നാണ് ഈ പറയുന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ സിംഹത്തിൻ്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്നാണ് ടിബറ്റിലെ സിന്ധു നദി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മുടെ സിന്ധു നദി. സിന്ധുവിൻ്റെ മെയിൻ ചാനലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പറയുന്ന മാനസരോവര തടാകത്തിനടുത്ത്, ടിബറ്റിലെ മാനസരോവര തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പറയുന്ന ഇന്ത്യയിലെ ലഡാക്ക് ആ പ്രദേശത്തൂടെ ഒഴുകി പാകിസ്ഥാനിലൂടെ ഒഴുകി ഈ പറയുന്ന അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഈ കാണുന്നതെല്ലാം സിന്ധുവിൻ്റെ പോഷക നദികളാണ്. ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ് റിവർ സിസ്റ്റത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സിന്ധു നദി ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. അപ്പോൾ വളരെ കുറച്ചാണ് ഇന്ത്യയിലൂടെ സിന്ധു ഒഴുകുന്നത്. 1114 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ സിന്ധു ഒഴുകുന്നുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ സിന്ധു നദി ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിൽ കൂടി മാത്രമേ ഒഴുകുന്നുള്ളൂ. ഓക്കെ, ദർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനടുത്ത് വെച്ച് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ദർദിസ്ഥാൻ പ്രദേശത്തിനടുത്തുള്ള ചില്ലാറിനടുത്ത് വെച്ചാണ് ഈ പറയുന്ന സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ്? ദർദിസ്ഥാൻ പ്രദേശത്തെ ചില്ലാറിനടുത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഈ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജാണ് നമുക്ക് പെട്ടെന്ന് സിന്ധുവിൻ്റെ പോഷക നദികളായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലെത്തുന്നത്. അത് കൂടാണ്ട് തന്നെ പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ പോഷക നദികളാണ്, പ്രധാനപ്പെട്ട ഹിമാലയൻ പോഷക നദികളാണ് ഷയോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നൂബ്ര, ശിഖർ, ദ്രാസ്. അപ്പോൾ ഇത്രയും നദികൾ ഒന്നുകൂടെ പറയാം. ഷയോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നൂബ്ര, ശിഖർ, ദ്രാസ് എന്നിവ പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ പോഷക നദികൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, വലത് തീരത്ത് വന്നു ചേരുന്ന മറ്റ് പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഏതൊക്കെയാണവ? ഖുറം, ടോച്ചി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്നിവയെല്ലാം സിന്ധുവിൻ്റെ വലത് തീരത്ത് വന്നു ചേരുന്ന പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് സുലൈമാൻ മലനിരകളിൽ നിന്നാണ്. പാകിസ്ഥാനിലെ സുലൈമാൻ മലനിരകളിൽ നിന്നാണ് ഈ പറയുന്ന വലത് തീര പോഷക നദികൾ മിക്കതും ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് കൂടാണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ 5 പ്രധാനപ്പെട്ട പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ 5 നദികൾ ചേർന്ന് പഞ്ചനദികൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ സിന്ധുവിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട 5 പ്രധാന പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. അപ്പോൾ ഈ 5 നദികളും ചേർന്ന് പഞ്ചനദികൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ്, സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം എന്നീ നദികൾ ഒരുമിച്ച് പാകിസ്ഥാനിലെ മിഠാൻകോട്ടിനടുത്ത് വെച്ച് സിന്ധു നദിയിൽ ചേരുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 നദികളെല്ലാം കൂടി ഒരുമിച്ച് പാകിസ്ഥാനിലെ മിഠാൻകോട്ടിനടുത്ത് വെച്ചാണ് സിന്ധു നദിയിൽ വന്ന് ചേരുന്നത്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. അപ്പോൾ അറബിക്കടലിലാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നും സിന്ധു നദി ഉത്ഭവിക്കുന്നു. പക്ഷേ പതനസ്ഥാനം ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലല്ല, അറബിക്കടലാണ്. നമ്മുടെ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും വന്ന് അവയുടെ പതനസ്ഥാനം ഈ ബേ ഓഫ് ബംഗാളാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഈ 2 പ്രധാനപ്പെട്ട
ഹിമാലയൻ നദികളും പതിക്കുന്നത്. പക്ഷേ സിന്ധു നദി ആവട്ടെ ഇന്ത്യയിലൂടെ ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലൂടെ ഒഴുകി കറാച്ചിക്ക് സമീപം അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. ഓക്കെ, അത് കൂടാണ്ട് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രധാന നദീതീരങ്ങളാണ് സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദിയായ രവിയും. അപ്പോൾ രവി, സിന്ധു എന്നീ നദികളുടെ തീരത്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓക്കെ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. ഓക്കെ, സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. ഏറ്റവും വലിയ സിന്ധുവിൻ്റെ പോഷക നദി ചിനാബും ഏറ്റവും ചെറിയ സിന്ധുവിൻ്റെ പോഷക നദി ബിയാസും എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും കംപ്ലീറ്റ്ലി ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണ് ബിയാസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട 5 പോഷക നദികളുടെ ആ ഒരു സവിശേഷതകളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ആദ്യം ജലമാണ്. ഒന്നാമത് ജലത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ കാശ്മീർ താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തുള്ള വെരിനാഗ് എന്നറിയപ്പെടുന്ന നീരുറവയിൽ നിന്നുമാണ് ഈ പറയുന്ന ചലം നദി ഉത്ഭവിക്കുന്നത്. എവിടെയാണ് വെരിനാഗ് കാണപ്പെടുന്നത്? നമ്മുടെ കാശ്മീർ ഹിമാലയത്തിൻ്റെ ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്താണ് ഈ പറയുന്ന വെരിനാഗ് നീരുറവ കാണപ്പെടുന്നത്. ഈ വെരിനാഗ് നീരുറവയിൽ നിന്നുമാണ് ചലം നദി ഉത്ഭവിച്ച് ഒഴുകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ശ്രീനഗറിലൂടെയും ഊലാർ തടാകത്തിലൂടെയും ഒഴുകും. നമുക്ക് ഊലാർ എന്ന് പറയാം. നമ്മുടെ ആ ഒരു പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ഇരിക്കും. ആ ഒരു ഭാഷയുടെ ഒരു പ്രൊണൗൺസിയേഷനാണ് ആക്യുറേറ്റ് ആവുന്നത്. പക്ഷേ നമുക്ക് ഊളാർ എന്നൊക്കെ പറയാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു തടാകമാണ്. അപ്പോൾ ശ്രീനഗറിലൂടെയും ഊളാർ തടാകത്തിലൂടെയും ഒഴുകുന്ന നദിയാണ് സിന്ധുവിൻ്റെ പോഷക നദിയായ ചലം എന്ന് പറയുന്നത്. അപ്പോൾ ചലം ഒഴുകുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ശ്രീനഗർ. പ്രധാനപ്പെട്ട തടാകമാണ് ഊളാർ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോഷക നദി ചലത്തിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് കിഷൻ ഗംഗ. ഓക്കെ, കിഷൻ ഗംഗ ചലത്തിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. പതനസ്ഥാനം പാകിസ്ഥാനിലെ ചാങ്ങിനടുത്ത് വെച്ച് ചിനാബ് നദിയുമായിട്ട് ചേരുന്നു. അപ്പം ചിനാബ് നദിയിലുമാണ് ഈ പറയുന്ന ചലം നദി വന്നു ചേരുന്നത്. അപ്പോൾ പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തുള്ള വെരിനാഗ് നീരുറവയിൽ നിന്നുമാണ് ചലം നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ചാങ്ങിനടുത്ത് വെച്ചാണ് ഈ പറയുന്ന ചലം നദി നേരെ ചിനാബ് നദിയുമായിട്ട് വന്ന് ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, അതുകൂടാണ്ട് തന്നെ ശ്രീനഗർ ഊളാർ തടാകത്തിലൂടെയും ശ്രീനഗർ പട്ടണത്തിലൂടെയും ഒഴുകുന്ന നദിയാണ് ചലം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോഷക നദി കിഷൻ ഗംഗയാണ് ചലത്തിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ചലം നദിയാണ് നമ്മൾ ആദ്യം നോക്കിയത്. ചലം നദിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ചലം നദി. ഓക്കെ, ഇതാണ് നമ്മുടെ ചിനാബ് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പീർപ്പാഞ്ചൽ നിരകളിലെ വെരിനാഗ് നീരുറവയിൽ നിന്നാണ് ചലം നദി ഉത്ഭവിക്കുന്നത്. ഇത് ശ്രീനഗർ പട്ടണത്തിലൂടെയും ഊളാർ തടാകത്തിലൂടെയൊക്കെ ഒഴുകി പാകിസ്ഥാനിലെ ചാങ്ങിനടുത്ത് വെച്ചാണ് ചിനാബ് നദിയുമായിട്ട് വന്ന് ചേരുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ചലം നദി. ഓക്കെ, അപ്പോൾ നമ്മൾ ചലം നദിയെപ്പറ്റി നോക്കി. ശ്രീനഗറിലൂടെയും ഊളാർ തടാകത്തിലൂടെയൊക്കെ ഒഴുകുന്ന നദിയാണ് ചലം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ നോക്കുന്നത് ചിനാബാണ്. ചിനാബിനെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓക്കെ, ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ് ഏതിൻ്റെ? സിന്ധു നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ്, പോഷക നദിയാണ് നമ്മുടെ ചെനാബ് എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള 2 അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ചിനാബിൻ്റെ മറ്റൊരു പേരാണ് ചന്ദ്രഭാഗ എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള 2 അരുവികൾ കൂടിച്ചേർന്നാണ് ഈ പറയുന്ന ചെനാബ് നദി ഉണ്ടാകുന്നത്. എവിടെ വെച്ച്? ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതാണ് ചിനാബ്. ചന്ദ്രയും ഭാഗയും എന്നറിയപ്പെടുന്ന 2 നീരുറവകൾ ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലെ താന്തിയിൽ വെച്ച് സംഗമിച്ച് രൂപപ്പെടുന്ന നദിയാണ് ചെനാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെനാബിൻ്റെ മറ്റൊരു പേര് ചന്ദ്രഭാഗ എന്നും ചെനാബ് നദി അറിയപ്പെടുന്നു. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ് എന്ന് പറയുന്നത്. അതും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അത് കൂടാണ്ട് തന്നെ പാകിസ്ഥാനിലെത്തും മുൻപ് ഈ നദി 1180 കിലോമീറ്റർ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ്. 1180 കിലോമീറ്റർ ദൂരം പാകിസ്ഥാനിലെത്തും മുൻപ് ഈ പറയുന്ന ചെനാബ് നദി ഒഴുകി തീർക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം ഈ അടുത്തിടെയാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രി സമർപ്പിച്ചത്. ചെനാബ് നദിക്ക് കുറുകെയാണ്, ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെനാബ് നദിക്ക് കുറുകെയുള്ള
ചെനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ നീളം 1.3 കിലോമീറ്ററാണ്. ഇതിൻ്റെ നീളം 359 മീറ്ററുമാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലം നമ്മുടെ സിന്ധുവിൻ്റെ പോഷക നദിയായ ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ചെനാബ് പാലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ രവിയെ പറ്റിയാണ്, സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദിയായ രവിയെ പറ്റിയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാം രവിയുടെ തീരത്താണ് നമ്മുടെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരമായ ലാഹോർ കാണപ്പെടുന്നത്. ഓക്കെ, സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ് രവി. ഓക്കെ, ഈ രവി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായുള്ള കുളു കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ റോഹ്താങ് ചുരത്തിന്, റോഹ്താങ് പാസിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കുളു കുന്നുകളിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. കൂടാണ്ട് അവിടെ നിന്ന് ഉത്ഭവിച്ച് ചമ്പ താഴ്വരയിലൂടെ ഒഴുകി വരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ മറ്റൊരു പോഷക നദിയായ രവി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് സമീപത്തുള്ള കുളു കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ചമ്പ താഴ്വരയിലൂടെ ഒഴുകി വരുന്ന നദിയാണ് രവി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ പീർപഞ്ചൽ, ധൗളധാർ പർവ്വത നിരകളുടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിൽ ചേരുന്നു. അപ്പോൾ ചിനാബ് നദിയിലാണ് ഈ പറയുന്ന രവി നദിയും വന്നു ചേരുന്നത്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിനടുത്തുള്ള കുളു കുന്നുകളിലാണ് ഈ പറയുന്ന രവി നദി ഉത്ഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവ പീർപഞ്ചൽ, ധൗളധാർ പർവ്വതനിരകളുടെ ഇടയിലൂടെ ഒഴുകി സരായ് സിന്ധുവിൽ വെച്ച്, എവിടുത്തെ പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചെനാബ് നദിയുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചെനാബ് നദിയുമായിട്ട് കൂടിച്ചേരുന്നു. ഏത് നദി? രവി നദി. അതോടൊപ്പം തന്നെ ലാഹോർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. രവി നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായിട്ടുള്ള കുളു കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ പീർപഞ്ചൽ, ധൗളധാർ പർവ്വത നിരകളുടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളോട് ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ഈ പറയുന്ന ചെനാബ് നദിയുമായിട്ട് രവി നദി വന്നു ചേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നമ്മുടെ രവി നദീതീരം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന പോലെ ഈ പറയുന്ന രവി നദിയാണ് ഈ കാണുന്ന സ്ഥലത്ത് കൂടെ ഒഴുകുന്നത്. നമ്മുടെ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിനടുത്തുള്ള കുളു കുന്നുകളിൽ നിന്നാണ് രവി നദി ഉത്ഭവിച്ച് ഈ പറയുന്ന പാകിസ്ഥാനിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചെനാബ് നദിയുമായിട്ട് ചേരുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെനാബ് നദി. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും ചെറിയ സിന്ധുവിൻ്റെ പോഷക നദിയായ ബിയാസിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തുള്ള റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന ബിയാസ് രവി ഉത്ഭവിക്കുന്നത്. റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നാണ് ഈ പറയുന്ന ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഉത്ഭവസ്ഥാനം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി. അപ്പോൾ കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ബിയാസ്. അപ്പം ഈ ബിയാസ് നദി ധൗളധാർ പർവ്വതത്തിൽ കാട്ടിയിലും ലാർഗിയിലും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ കാട്ടിയിലും ലാർഗിയിലും ധൗളധാർ മലനിരകളിലെ കാട്ടിയിലും ലാർഗിയിലും ഈ പറയുന്ന ഗോർജസുകൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൂടാതെ തന്നെ അത് കഴിഞ്ഞ് പഞ്ചാബ് സമതലത്തിലേക്ക് ഈ പറയുന്ന ബിയാസ് നദി കടക്കുന്നുണ്ട്. പർവ്വത പ്രദേശങ്ങളുടെ ഒഴുകി കഴിഞ്ഞ് സമതല പ്രദേശത്തിലൂടെ കടക്കുമ്പോൾ പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചാബ് സമതലത്തിൽ കടക്കുന്ന നദി ഹരികയ്ക്കടുത്ത് വെച്ച് സത്ലജ് നദിയുമായിട്ട് സന്ധിക്കുന്നു. അപ്പോൾ സത്ലജ് നദിയിലാണ് ഈ പറയുന്ന ബിയാസ് നദി ചെന്ന് ചേരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പഞ്ചാബ് സമതലത്തിനടുത്തുള്ള ഹരികയ്ക്കടുത്ത് വെച്ചാണ് ഈ പറയുന്ന ബിയാസ് നദി സത്ലജ് നദിയുമായിട്ട് സന്ധിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിനടുത്തുള്ള ബിയാസ് കുണ്ടിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിനടുത്തുള്ള ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ബിയാസ് നദി കുളുവിലും മണാലി താഴ്വരകളിലൂടെയൊക്കെ ഒഴുകി പഞ്ചാബ് സമതലത്തിലേക്ക് പ്രവേശിക്കുകയും ഹരികയ്ക്ക് അടുത്ത് വെച്ച് സത്ലജ് നദിയുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അതോടൊപ്പം തന്നെ സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ഈ പറയുന്ന ബിയാസ് നദി. ഏറ്റവും വലിയ സിന്ധുവിൻ്റെ പോഷക നദി ചിനാബും ഏറ്റവും ചെറിയ സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം, ഈ കാണുന്നതാണ് നമ്മുടെ ബിയാസ് നദി. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിനടുത്തുള്ള ബിയാസ് കുണ്ടിലാണ് നമ്മുടെ ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. അത് ഒഴുകി പഞ്ചാബ് സമതലത്തിലേക്ക് പ്രവേശിക്കുകയും ഹരികയ്ക്കടുത്ത് വെച്ച് ഈ വരുന്ന സത്ലജ് നദിയുമായിട്ട്
കൂടിച്ചേരുന്നു. ഇതാണ് നമുക്ക് ഈ പറയുന്ന ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിയാസ് നദിയെപ്പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സത്ലജിനെ പറ്റിയാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ പോഷക നദിയായ സത്ലജിനെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗാസ് തടാകത്തിലാണ് ഈ പറയുന്ന സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ മാനസരോവർ തടാകത്തിനടുത്ത് നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മാനസരോവർ തടാകത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? രാഗാസ് തടാകത്തിൽ, മാനസരോവര തടാകത്തിനടുത്തുള്ള രാഗാസ് തടാകത്തിനടുത്ത് നിന്നാണ് നമ്മുടെ സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4555 മീറ്റർ ഉയരത്തിലാണ് ഈ പറയുന്ന രാഗാസ് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഏതിനടുത്ത്? മാനസരോവര തടാകത്തിനടുത്ത് തന്നെയുള്ള രാഗാസ് തടാകത്തിൽ, ടിബറ്റിലെ തന്നെയാണ്, ടിബറ്റിലെ മാനസരോവര തടാകത്തിനടുത്തുള്ള രാഗാസ് തടാകത്തിൽ നിന്നുമാണ് നമ്മുടെ സത്ലജ് നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൂടാണ്ട് തന്നെ സത്ലജ് നദി ടിബറ്റിലെ ലങ്ചൻ ഖംബാബ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സത്ലജ് നദിയുടെ മറ്റൊരു പേരാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്, ലങ്ചൻ ഖംബാബ് എന്നും സത്ലജ് നദി അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഏകദേശം 400 കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായിട്ട് ഒഴുകുന്നു. ഓക്കെ, അപ്പോൾ സിന്ധു നദിക്ക് സമാന്തരമായിട്ട് 400 കിലോമീറ്ററോളം ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സത്ലജ് നദി ഒഴുകുന്നു. എവിടെയാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് തന്നെയുള്ള രാഗാസ് തടാകത്തിൽ നിന്നുമാണ് നമ്മുടെ സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. 4555 മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഈ രാഗാസ് തടാകത്തിലുള്ള ഉയരം എന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ടിബറ്റിലെ ലങ്ചൻ ഖംബാബ് എന്നാണ് നമ്മുടെ സത്ലജ് അറിയപ്പെടുന്നത്. ലങ്ചൻ ഖംബാബ് എന്നാണ് നമ്മുടെ സത്ലജ് നദി അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഏകദേശം 400 കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായിട്ട് നമ്മുടെ സത്ലജ് നദി ഒഴുകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഹിമാലയത്തിലെ ഷിപ്കില ചുരം കടന്ന് പഞ്ചാബ് സമുദ്രത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ്, അല്ലെങ്കിൽ ആൻറ്റീസിഡൻറ്റ് നദിക്ക് എക്സാമ്പിളാണ്. ഒരു ആൻറ്റീസിഡൻറ്റ് നദി അല്ലെങ്കിൽ പൂർവ്വകാലീന നദിക്ക് എക്സാമ്പിളാണ് നമ്മുടെ സത്ലജ് എന്ന് പറയുന്നത്, സിന്ധുവിലെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി. ഹിമാലയത്തിലെ ഷിപ്കില ചുരം നമ്മുടെ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് നമ്മുടെ ഷിപ്കില ചുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷിപ്കില ചുരം കടന്ന് പഞ്ചാബ് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സത്ലജ് നദി ഒരു ആൻറ്റീസിഡൻറ്റ് നദിക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ പൂർവ്വകാലീന നദിക്ക് ഉദാഹരണമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഭക്രാനങ്കൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാക്കുന്നതിനാൽ സത്ലജ് നദി സിന്ധുവിൻ്റെ ഏറെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഭക്രാനങ്കൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജലം ലഭ്യമാക്കുന്നത് ഈ പറഞ്ഞ സത്ലജ് നദിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്ലജ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട അണക്കെട്ട് ഭക്രാനങ്കലാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സിന്ധുവിൻ്റെ പോഷക നദിയായ സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് നമ്മുടെ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി നിർമ്മിച്ചിരിക്കുന്ന നദിയും നമ്മുടെ സത്ലജ് നദി ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സത്ലജ് നദി. നമ്മുടെ ടിബറ്റിലെ മാനസരോവര തടാകത്തിനടുത്തുള്ള രാഗാസ് തടാകത്തിൽ നിന്നാണ് നമ്മുടെ സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. ഷിപ്കില ചുരത്തിലൂടെയൊക്കെ കടന്ന് നമ്മുടെ ഹിമാലയം താണ്ടി പഞ്ചാബ് സമുദ്രത്തിലൂടെ കടന്ന് പാകിസ്ഥാനിലൂടെ ഒഴുകി സിന്ധുവിൽ ചേരുന്നതാണ് നമ്മുടെ സത്ലജ് നദി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സിന്ധുവിൻ്റെ മറ്റൊരു പോഷക നദിയാണ് സത്ലജ് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സിന്ധു നദീവ്യൂഹം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗംഗാ നദീവ്യൂഹത്തെ പറ്റി ആയിരിക്കും ചർച്ച ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗംഗാ നദീവ്യൂഹത്തിലെ നദികളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.